ഒരേ ഡിസൈനിൽ തന്നെ കണ്ടൻറ്റ് മാത്രം മാറി വരുന്ന ID കാർഡുകൾ ഒരുപാടെണ്ണം ഒന്നിച്ച് ചെയ്യേണ്ട സമയത്ത് നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു സാമ്പിൾ ID കാർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസ് മെനുവിൽ നിന്ന് വേരിയബിൾ സെലക്ട് ചെയ്യുക. ഇവിടെ ചേഞ്ച് ചെയ്ത് വരേണ്ടതെല്ലാം നമുക്ക് ഓരോ വേരിയബിളായിട്ട് അസൈൻ ചെയ്യണം. പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ഫീൽഡായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് വേരിയബിളായിട്ട് നമുക്ക് അസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഫസ്റ്റ് നെയിം അത് റൈറ്റ് അലൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് ലെഫ്റ്റ് അലൈനും ചെയ്യണം. മെയിൽ ID യും സൈറ്റ് അഡ്രസ്സും നമ്മൾ സെൻറ്റർ അലൈനാണ് ചെയ്തിരിക്കുന്നത്. അഡ്രസ്സിൻ്റെ പോർഷനുള്ള എല്ലാം സെപ്പറേറ്റ് വേരിയബിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് അലൈനാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള കമ്പനി അതും സെൻറ്റർ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ബോക്സിലേക്കാണ് നമുക്ക് ഫോട്ടോ അറേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് വേരിയബിൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് നെയിം എന്ന വേരിയബിൾ നെയിം കൊടുക്കാം. അടുത്ത് നമ്മൾ ലാസ്റ്റ് നെയിം എന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ നമുക്കിതെല്ലാം വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോട്ടോയ്ക്ക് വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഫോട്ടോ എന്ന വേരിയബിൾ നെയിം കൊടുക്കാം. ഇത് ലിങ്ക്ഡ് ഫയലായിട്ടാണ് വരുന്നത്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സാമ്പിൾ എക്സൽ ഡാറ്റ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടോപ്പിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ വേരിയബിൾ നെയിംസ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. നമ്മുടെ വേരിയബിളിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ആ സ്പേസ് എടുത്ത് കളയണം. അതുപോലെ ലാസ്റ്റ് നെയിമിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നമുക്ക് എടുത്ത് കളയാം. ഇവിടെ കൊടുത്തേക്കുന്ന കമ്പനി നെയിം നമ്മളവിടെ കമ്പനിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഫോൺ നമ്പർ എന്നുള്ളത് നമ്മൾ ഫോൺ മാത്രമാണ് കൊടുത്തേക്കുന്നത്. ഇനി ഫോട്ടോയുടെ ഒരു ഫീൽഡിലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ നമ്മുടെ ഫോട്ടോയുടെ ലിങ്കാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫോട്ടോയുടെ ലൊക്കേഷൻ കോപ്പി ചെയ്തെടുത്തു. ഇനി സ്ലാഷ് കൊടുത്തിട്ട് നമുക്ക് ഫയൽ നെയിം ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ എല്ലാ കോളത്തിലും നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാം. ഇനി നമുക്കിവിടെ ഫോട്ടോയുടെ വേരിയബിൾ നെയിം കൊടുക്കണം. നമ്മളിവിടെ ഫോട്ടോ എന്നാണ് വേരിയബിൾ നെയിം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് മുമ്പിൽ അറ്റും കൂടെ ചേർത്തിട്ട് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഇവിടെ എക്സലിൽ ഡയറക്റ്റ് അറ്റ് ഫോട്ടോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അതുകൊണ്ട് പുറത്ത് നോട്ട് പാഡിൽ അറ്റ് ഫോട്ടോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് CSV ഫോർമാറ്റിലേക്ക് സേവ് ആസ് കൊടുക്കാം. ഈ വേരിയബിളിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് നടുക്കായിട്ട് കാണുന്ന ലോഡ് വേരിയബിൾ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നേരത്തെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പേര് മാത്രം റൈറ്റ് സൈഡിലേക്ക് കുറച്ച് നീങ്ങി വന്നിട്ടുണ്ട് ചെറുതാക്കി. അത് പേരിൻ്റെ അനുസരിച്ച് 2 പേര് നമ്മൾ ഒന്നിച്ച് ജോയിൻ ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. നമുക്കത് ഇത് ഇവിടുന്ന് സേവ് ചെയ്ത് PDF ആക്കിയിട്ട് കോർണറിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ പേര് മാറി കിടക്കുന്നത് ഇവിടെ തന്നെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം മാറ്റുമ്പോൾ അതനുസരിച്ച് എല്ലാ പേരും എങ്ങോട്ടാണോ മാറ്റുന്നത് അതനുസരിച്ച് നീങ്ങിപ്പോകുന്നതായിരിക്കും. ഇനി നമുക്കിത് PDF ആയിട്ട് സേവ് ചെയ്യാം.
നമുക്കിവിടെ ഇതെല്ലാം സെപ്പറേറ്റ് പേജായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് സേവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു ആക്ഷൻ കൊടുത്തിട്ട് ഓരോന്നോരോന്ന് സേവ് ചെയ്യാം. നമ്മളിവിടെ സേവ് PDF എന്നൊരു ആക്ഷൻ സെറ്റ് ചെയ്യണം. ഇനി ഫയലിൽ സേവാസ് കൊടുക്കുക. ഇതിൽ സേവാസ് ടൈപ്പിൻ്റെ അകത്ത് അഡോബ് PDF സെലക്ട് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി എല്ലാ സെറ്റും ഇതുപോലെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ആക്ഷൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ബാച്ച് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ആദ്യമുള്ള സെറ്റിൻ്റെ അകത്ത് ഡിഫാൾട്ട് ആക്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയുള്ള ആക്ഷൻ്റെ അകത്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത സേവ് PDF സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഡെസ്റ്റിനേഷന് താഴെയുള്ള ചൂസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡർ സെറ്റ് ചെയ്യാം. ഇവിടെ 3 ടൈപ്പിൽ നമുക്ക് ഫയൽ നെയിം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 3 ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഫയൽ പ്ലസ് നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഓരോ ഡാറ്റാ സെറ്റും സേവ് ആയി വരും നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ 25 കാർഡും സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ക്യൂട്ട് PDF Pro വെച്ച് ജോയിൻ ചെയ്യാം. ഈ ക്യൂട്ട് PDF Pro ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ 25 കാർഡും ഒറ്റ ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോറിൽ ഓപ്പൺ ചെയ്തിട്ട് അലൈൻമെൻറ്റ് മാറിക്കിടക്കുന്നത് ഇതൊന്ന് മാറ്റിയിടാം. നമുക്കിവിടെ പേര് 2 സെറ്റായിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് പേര് ഒരെണ്ണം മാത്രമാണെങ്കിൽ നമ്മൾ സെൻട്രൽ നെയിം കൊടുത്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നെയിം ഒറ്റ ഇതായിട്ട് തന്നെ കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇല്ലുസ്ട്രേറ്ററിൽ തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും.